ഓ നമോ ഭഗവതേ സായിശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. മാനത്തും സായി. ആൾ റക്കർ US പ്രതിരോധ വകുപ്പിൽ മിസൈൽ കേന്ദ്രത്തിലെ എയ്റോസ്പേസ് എഞ്ചിനീയർ. മാത്രമല്ല അമേരിക്കൻ വ്യോമസേനയിലെയും നാസയുടെയും വിദഗ്ധോപദേശകനും കൂടിയായിരുന്നു അദ്ദേഹം. ഒരിക്കൽ ഡ്രക്കറും സുഹൃത്തും ഒരു കൊച്ചു വിമാനം വാടകയ്ക്കെടുത്ത് സിരറ നെവേദ പച്ചക്കുന്നുകൾക്കടുത്ത് ഉല്ലാസയാത്ര നടത്തി. 45 മിനിറ്റ് കൊണ്ട് അവർ 150 മൈല് പിന്നിട്ടു. പെട്ടെന്ന് കാലാവസ്ഥ മോശമായി. വളരെ ശക്തിയേറിയ കാറ്റ് മിന്നൽ പിണർ വേഗതയിൽ അവരെ സമീപിക്കുകയാണ്. കനത്ത കറുത്ത മേഘങ്ങൾ വഴിയിൽ നിരന്നു കിടക്കുന്നു. ഇടിമിന്നലുകൾ അരക്ഷിതത്വമുണ്ടാക്കി. ആൾ റക്കർ ഉടനടി വിമാനം പുറകോട്ട് തിരിക്കാൻ ശ്രമിച്ചു. പക്ഷെ അദ്ദേഹം ഞെട്ടി. പുറകിൽ കറുത്ത മേഘങ്ങൾ ചുറ്റിനും കോട്ട പോലെ വളഞ്ഞിരിക്കുന്നു. ആ കൊച്ചു വിമാനം നിസ്സഹായ അവസ്ഥയിലായി. പ്രതികൂലമായ വന്യമായ കാലാവസ്ഥയിൽ വിമാനം നിയന്ത്രണത്തിലാക്കാൻ ട്രക്കർ പണിപ്പെട്ടു. ആ പറക്കൽ 2 മണിക്കൂർ നീണ്ടു. അവർ പറന്നുകൊണ്ടിരുന്നത് ഉയർന്ന മലകൾ നിറഞ്ഞ പ്രദേശത്തു കൂടിയായിരുന്നു. വിമാനം ഉയരത്തിൽ തന്നെ നിർത്താൻ അവർ നിർബന്ധിതരായി. ട്രക്കർ മേഘങ്ങൾക്ക് മുകളിൽ വിമാനം ഉയർത്താൻ ശ്രമിച്ചു. പക്ഷേ കാറ്റും കനത്ത മേഘങ്ങളും വിമാനത്തെ താഴേക്ക് തള്ളിക്കൊണ്ടിരുന്നു. സുഹൃത്ത് ഓക്സിജന്റെ കുറവ് മൂലം സീറ്റിൽ കുഴഞ്ഞു വീണിരുന്നു. ആൾ ട്രക്കറിന്റെ പ്രതീക്ഷ മങ്ങിത്തുടങ്ങി. നിരാശയാൽ അദ്ദേഹം സഹായത്തിനായി തന്റെ ട്രാൻസ്മിറ്ററിലൂടെ ഉറക്കെ കരഞ്ഞു, മേഡേ മേഡേ. ആരെങ്കിലും അദ്ദേഹത്തിന്റെ സഹായാഭ്യർത്ഥന കേട്ടാലും ഭീകരമായ ഈ കാലാവസ്ഥയിൽ സഹായവുമായി പറക്കാൻ ആരാണ് ധൈര്യപ്പെടുക? റേഡിയോ റിസീവറിൽ നിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. കൺട്രോൾ മുറിയുമായിട്ടുള്ള സകല ബന്ധവും അറ്റു. സുഹൃത്തിന് ഇപ്പോഴും ജീവനുണ്ടോ എന്ന് പോലും അദ്ദേഹത്തിന് ഉറപ്പില്ലായിരുന്നു. ട്രക്കറിന്റെ ഉറക്കെയുള്ള നിലവിളി കേട്ടിട്ടും സുഹൃത്തിൽ നിന്ന് ഒരു പ്രതികരണവും ഉണ്ടായില്ല. നിരാശനായ ട്രക്കർക്ക് വിമാനം പറത്താനുള്ള മനോധൈര്യം ചോരുകയായിരുന്നു. പോരാടാനുള്ള കരുത്ത് അസ്തമിക്കുകയായിരുന്നു. ഞെട്ടലോടെ ട്രക്കർ അറിഞ്ഞു, ഇന്ധനം തീരാറാകുന്നു. പ്രകൃതിയുടെ ഉഗ്രരോഷത്തിനെതിരെ പിടിച്ചു നിൽക്കാൻ ആ കൊച്ചു വിമാനം അശക്തമാവുകയാണ്. തന്റെ അവസാനം അടുത്തെന്ന് ട്രക്കർക്ക് തോന്നി. താനകപ്പെട്ടിരിക്കുന്ന ഭീകര സാഹചര്യം മനസ്സിലാക്കി അദ്ദേഹം ഉറക്കെ കരഞ്ഞു, പ്രാർത്ഥിച്ചു, ഈശ്വരാ, എന്നെ രക്ഷിക്കൂ. എനിക്കിനി കൂടുതൽ പൊരുതാനാവില്ലേ? എനിക്കിനി തെല്ലും ശക്തിയില്ലേ? വരൂ, എന്നെ രക്ഷിക്കൂ. എനിക്ക് മരിക്കാൻ ആഗ്രഹമില്ലേ? ഞാൻ അവിടുത്തെ സമ്പൂർണം ആശ്രയിക്കുന്നു. പ്രഭു, ഞാൻ അവിടുത്തെ തൃക്കരങ്ങളിലാണ്. എന്നെ സ്വീകരിക്കൂ. ആ ആപൽ സന്ധിയിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് ട്രക്കർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പ്രാണവായു കുറഞ്ഞു വരുന്നത് അറിഞ്ഞതോടെ താൻ മരണത്തോട് അടുക്കുകയാണെന്നും ട്രക്കർ അറിഞ്ഞു. ആ നിർണായക നിമിഷത്തിൽ പെട്ടെന്ന് വയർലെസ് ഉപകരണം പ്രവർത്തിക്കാൻ തുടങ്ങി. റിസീവറിൽ നിന്നും ഒരു ശബ്ദം കേട്ടു. കൊടുങ്കാറ്റിൽ പെട്ടുഴലുന്ന വിമാനത്തിലേക്ക്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ കഴിയുന്നുണ്ടോ? തന്റെ വയർലെസ് ട്രാൻസ്മിറ്ററിലൂടെ സഹായത്തിനു വേണ്ടി ട്രക്കർ കേണിട്ട് ഇപ്പോൾ 1 മണിക്കൂർ ആകാൻ പോകുന്നു. ട്രക്കർ കേട്ട ശബ്ദം ദൃഢവിശ്വാസം സ്ഫുരിക്കുന്നതും ഉറച്ചതും ഉറപ്പു നൽകുന്നതുമായിരുന്നു. ആൾ ട്രക്കറിന്റെ മിഴികൾ നിറഞ്ഞൊഴുകി. ഏതോ മാലാഖ അദ്ദേഹത്തെ രക്ഷിക്കാനായി വന്നിരിക്കുന്നു. ട്രക്കർ താഴോട്ട് തൂങ്ങിക്കിടക്കുന്ന മൈക്രോഫോണിനായി തപ്പിത്തടഞ്ഞു. അതെടുത്ത് സ്വിച്ച് അമർത്താൻ തുടങ്ങവേ ആ ശബ്ദം വീണ്ടും ഉയർന്നു കേൾക്കായി. നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ ശബ്ദം തുടർന്നു. വിമാനം നിങ്ങളുടെ വലതുഭാഗത്തേക്ക് 60 ഡിഗ്രി തിരിക്കുക. അതിനുശേഷം ഇടത്തോട്ടും. അപ്പോഴെനിക്ക് നിങ്ങളെ കാണാനാകും. പരിഭ്രമിക്കണ്ട, ഞാൻ നിങ്ങളെ സുരക്ഷിതമായി താഴെ എത്തിച്ചുകൊള്ളാം. ആൾ ട്രക്കർ നിർദ്ദേശം അനുസരിച്ചു. ട്രാൻസ്മിറ്ററിലൂടെ സംസാരിക്കാനുള്ള അവസ്ഥയിലായിരുന്നില്ല അദ്ദേഹം. വീണ്ടും റിസീവറിലൂടെ കേട്ടു. എനിക്ക് ഇപ്പോൾ നിങ്ങളെ കാണാം. നിങ്ങൾ എനിക്ക് ഉത്തരം നൽകേണ്ടതില്ല. നിങ്ങൾ ഇപ്പോൾ റെനോ എയർഡ്രോമിൽ നിന്ന് 75 മൈൽ അകലെയാണ്. ശാന്തമായിരിക്കൂ, പരിഭ്രമിക്കണ്ട. കാലാവസ്ഥ നല്ലതെങ്കിൽ 30 മിനിറ്റിനകം അവിടെ എത്തും. പക്ഷേ ഇന്ധനം 10 മിനിറ്റ് നേരത്തേക്കേ ഉള്ളൂവെന്ന് മീറ്റർ കാണിക്കുന്നു. തർക്കിക്കാനോ തിരിച്ചു സംസാരിക്കാനോ പറ്റിയ അവസ്ഥയിലായിരുന്നില്ല ട്രക്കർ. ആ ശബ്ദം പറയുന്നതെല്ലാം ട്രക്കർ അതേ വിധം ചെയ്തുകൊണ്ടിരുന്നു. കനത്ത പ്രതികൂല കാലാവസ്ഥയിലും ഭീകര സാഹചര്യത്തിലും വയർലെസ് റിസീവറിലൂടെ വരുന്ന ശബ്ദം ശാന്തവും ധൈര്യദായകവും ശക്തിയും ആത്മവിശ്വാസം വളർത്തുന്നതുമായിരുന്നു. ഓരോ നിമിഷവും വിമാനം എങ്ങനെ നിയന്ത്രിക്കണമെന്ന് ആ ശബ്ദം നിർദ്ദേശിച്ചു കൊണ്ടിരുന്നു. ഒടുവിൽ റിസീവറിലൂടെ അവസാന വാക്കുകൾ വന്നു. നിങ്ങൾ മുന്നോട്ട് തന്നെ ഇതേ ദിശയിൽ യാത്ര തുടർന്നാൽ മേഘവലയത്തിനകത്ത് നിന്ന് പുറത്തു കടക്കാം.
അപ്പോൾ റെനോ വിമാനത്താവളം ദൃശ്യമാകും. പിന്നെ വിമാനം ഇറക്കാൻ തുടങ്ങാം. ഞാൻ ഇനി പോകുന്നു. ഗുഡ് ബൈ, ഗുഡ് ലക്ക്. അത്രമാത്രം. ആ ശബ്ദം താൻ ആരെന്ന് വെളിപ്പെടുത്തിയില്ല. കൃത്യം 12 മിനിറ്റ് കഴിഞ്ഞു. ആൾ ട്രക്കർ കരിമേഘ വലയത്തിൽ നിന്ന് പുറത്തായി. മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന റെനോ വിമാനത്താവളം ട്രക്കർ കണ്ടു. അദ്ദേഹം വിമാനമിറക്കാനുള്ള അനുവാദം തേടി. വിമാനം നിലത്തിറക്കുന്നതിന് ഏതാനും നിമിഷം മുമ്പ് അടുത്ത സീറ്റിൽ കിടന്ന സുഹൃത്ത് കണ്ണു തുറന്നു എഴുന്നേറ്റിരുന്നു. വിമാനം നിൽക്കാറായപ്പോൾ ഒരു ജീപ്പ് എത്തി. 2 സുഹൃത്തുക്കളെയും എയർ ട്രാഫിക് കൺട്രോളറുടെ അടുത്ത് എത്തിച്ചു. അത്യത്ഭുതത്തോടെ അദ്ദേഹം തിരക്കി, ഈ സമയത്ത് നിങ്ങൾ എങ്ങനെ എത്തിച്ചേർന്നു? എന്താണ് സംഭവിച്ചത്? വിമാനം വരുന്നതിന്റെ സൂചനകളൊന്നും ഞങ്ങളുടെ റഡാറിൽ കണ്ടില്ല. കുറച്ചു നിമിഷം മുമ്പ് വരെ കാലാവസ്ഥ പ്രശ്നം മൂലം വിമാനത്താവളം തീർത്തും കുഴപ്പത്തിലായിരുന്നു. നിങ്ങൾ എങ്ങനെ ജീവനോടെ ഇവിടെ എത്തി? വിമാനം താഴെ ഇറക്കാൻ എങ്ങനെ കഴിഞ്ഞു? സുരക്ഷിതമായി വിമാനമിറക്കിയത് അവിശ്വസനീയമായിരിക്കുന്നു. ട്രക്കർ വിവരമെല്ലാം പറഞ്ഞു. അദ്ദേഹം അവിടെ കുറച്ച് വിശ്രമിച്ചു. അധികൃതർ ആൾ ട്രക്കറോട് മെക്സിക്കോയുടെ തെക്കൻ ഭാഗത്തേക്ക് പറന്നുകൊള്ളാൻ ഉപദേശിച്ചു. അവരുടെ വിമാനം പെട്ടെന്ന് സർവീസ് ചെയ്തു, ഇന്ധനം നിറച്ചു. അതേ വിമാനത്തിൽ തന്നെ മെക്സിക്കൻ അതിർത്തിയിലേക്ക് യാത്ര ചെയ്തു. ഇരു സുഹൃത്തുക്കളും തങ്ങാനൊരിടം തെരഞ്ഞു നടന്നു. അവർ ഒരു ആശ്രമം കണ്ടു. അത് ഇന്ദിരാദേവിയുടെ ആശ്രമമായിരുന്നു. ആ പ്രദേശം മുഴുവനും പ്രകാശം. അവർ ഉറക്കെ വിളിച്ചു. ആരും വിളി കേട്ടില്ല. അതിനാൽ പുറത്തെ ഗേറ്റ് തുറന്ന് ഇരുവരും അകത്തേക്ക് കയറി. മധുരമായ സംഗീതം കേൾക്കാം. അവർ വാതിലിനരികിലെത്തി. അവിടെ നീണ്ട ചുവന്ന വസ്ത്രം ധരിച്ച ഒരു പുണ്യാത്മാവിന്റെ ഫോട്ടോ. കുറച്ചാളുകൾ ആ ചിത്രത്തിന് മുന്നിൽ ആരതി എടുക്കുന്നു. ആ ഫോട്ടോ മുഴുവനും വിഭൂതിയാൽ ആവരണം ചെയ്തിരിക്കുന്നു. ഒരു മിന്നൽ പോലെ ആൾ ട്രക്കറിന് തോന്നി. ഏതാനും സമയം മുമ്പ് തന്നെ സുരക്ഷിതമായി നയിച്ച ശബ്ദവും ഈ ചുവന്ന വസ്ത്രം ധരിച്ച പുണ്യാത്മാവും തമ്മിൽ നിർവചിക്കാനാവാത്ത എന്തോ ബന്ധമുണ്ട്. അവർ അകത്ത് കയറിയിരുന്നു. ഇന്ദിരാദേവിയിലൂടെ സത്യസായി ഭഗവാന്റെ ദിവ്യപ്രവൃത്തികൾ അദ്ദേഹം കേട്ടു. അതിനുശേഷം ഏതാനും ദിവസങ്ങൾക്കകം ആൾ ട്രക്കർ ഇന്ത്യയിലേക്ക് യാത്രയായി. പ്രശാന്തി നിലയത്തിൽ സ്വാമി സമീപം എത്തി. ഭീകരമായ കാറ്റിൽപ്പെട്ട് ഉഴറിയപ്പോൾ അദ്ദേഹം കേട്ടത് ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ ശബ്ദമായിരുന്നുവോ? ബാബയോട് അതേക്കുറിച്ച് നേരിട്ട് ചോദിക്കാൻ അദ്ദേഹത്തിന് തോന്നിയില്ല. പക്ഷേ തന്റെ സംശയങ്ങൾക്കുള്ള ശരിയായ ഉത്തരമേകിക്കൊണ്ട് വേണ്ടത്ര ഉദാഹരണങ്ങൾ ഭഗവാനിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടി. എന്നെ ഏതു നാമത്തിലും വിളിക്കാം, കാരണം എല്ലാ നാമവും എന്നെ സംബന്ധിച്ചുള്ളവ തന്നെ. ഭഗവാൻ ബാബ അരുളുന്നു. സ്വാമി അരുളിയ ഈ അവകാശവാദം അവിടുന്ന് തന്നെ ശരിയെന്ന് സ്ഥാപിക്കുന്നു. 15,000 മൈലുകൾക്കകലെ കൊടുങ്കാറ്റിൽ അകപ്പെട്ടപ്പോൾ ഈശ്വര സഹായത്തിനായി ഉറക്കെ വിളിച്ചു കേണ ആൾ ട്രക്കറെ അവിടുന്ന് രക്ഷിച്ചു. ഇതുതന്നെ അതിനുള്ള തെളിവ്. ഓം തത്സത്.